അവിടെ പിങ്കി കുഞ്ഞിനെ വിളിക്കുന്നുണ്ട്. പിങ്കി ഇവിടെ വാ എന്നൊക്കെ പറഞ്ഞ്. എനിക്ക് തോന്നുന്നു അവൾ അവിടെ നോക്കി നിൽപ്പുണ്ട്. അവൾക്ക് കണ്ണ് വയ്യാത്തോളൂ, അവൾ ഇറങ്ങി വന്നേക്കുവോ ചൂടത്ത്. ഓടിപ്പോയിക്കേ. ഇതാണ് നമ്മുടെ ചക്കപ്പഴങ്ങിഞ്ഞി. ഇനി ഇതെല്ലാം കൂടെ നേരിടി കഴിക്കണം. പഴങ്ങിഞ്ഞി കുടിച്ച് ഉറക്കം വരും അല്ലേ? അമ്മ എഴുതുന്ന ഉറക്കം തൂങ്ങ. എന്ത് ചൂടായിപ്പോൾ അല്ലേ? പുറത്തും ചൂട്, അകത്തും ചൂട്. ചൂട് കൊണ്ട് സഹിക്കാൻ വയ്യ. അപ്പോൾ ഈ ചൂട് സമയത്ത് കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് പഴങ്കഞ്ഞി. നല്ല തണുത്ത പഴങ്കഞ്ഞി, കുറച്ച് ചോറും ചക്കയും തൈരും ഒക്കെ ഒഴിച്ച് ഇളക്കി കഴിക്കാൻ അടിപൊളിയല്ലേ? അപ്പോൾ ഇന്ന് നമ്മളാണേലും ഒരു ചക്കപ്പഴങ്കഞ്ഞി കുടിക്കാൻ പോവാ. അപ്പം ഞാനാണെങ്കിൽ നമ്മുടെ ഇവിടെ അടുത്ത് കടയുണ്ട്, ആ കട വരെ പോയതാ പഴങ്കഞ്ഞിയുടെ കൂടെ കഴിക്കാൻ തൈര് മേടിക്കാൻ. 4 മണിക്ക് ചായ ഇടാനുള്ള പാലും മേടിച്ചു, പഴങ്കഞ്ഞി കുടിക്കാൻ വേണ്ടി തൈരും മേടിച്ച് വീട്ടിലോട്ട് നടക്കുക. അമ്മയാണേലും അവിടെ പിങ്കി കുഞ്ഞിനെ വിളിക്കുന്നുണ്ട്. പിങ്കി ഇവിടെ വാ എന്നൊക്കെ പറഞ്ഞ്. എനിക്ക് തോന്നുന്നു അവൾ അവിടെ നോക്കി നിൽപ്പുണ്ട്. അവൾക്ക് കാണാം ഇങ്ങനെ നടന്നു വരുന്നത് അവിടെ നിന്ന്. ഞാൻ കുറച്ച് നേരം ആ കടയുടെ അവിടെ നിന്നു, പാലുവണ്ടി വരാൻ താമസിച്ചോണ്ട്. ഇപ്പോഴാ വന്നേ, കയറിപ്പോയെന്ന് തോന്നുന്നു അവള്. ഇടയ്ക്ക് ഇറങ്ങി പോകുന്ന ഇതുവഴിയാണ്, പക്ഷെ ഇവിടെ കാടായി നന്നായിട്ട്, അതുവഴി പോകാൻ വയ്യ. എന്തേലും കിടന്നറിയത്തില്ലല്ലോ. അപ്പാ അതേണ്ടി നിൽക്കുന്നേ. അവളുണ്ടോ? ആ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നേ? പാലുവണ്ടി വരാൻ താമസിച്ചു. ഇപ്പഴാ വന്നേ. ഞാനോർത്തപ്പാടെ ഇവിടെ അവളും കാണുന്നു. ഡി ആരെ തപ്പി വന്ന? മണം പിടിച്ച് വന്നാണോ? മണം പിടിച്ച് വന്നാണോ മോന്? പൊക്കോ പൊക്കോ, ഓടിപ്പോ ഓടിപ്പോ. അയ്യോ, കൊട വേണോപ്പാ? പൊക്കോ പൊക്കോ പൊക്കോ. പോടി. അവൾക്ക് കണ്ണ് വയ്യാത്തോളൂ, അവൾ ഇറങ്ങി വന്നേക്കുവോ ചൂടത്ത്. ഓടിപ്പോയിക്കേ. അമ്മയാണെ അറിഞ്ഞു പോലും ഇല്ല ഈ സംഭവം. പിങ്കിക്കുഞ്ഞ് മേളി വന്നത് അമ്മ അറിഞ്ഞിട്ടില്ല. പൊക്കോ പൊക്കോ പൊക്കോ. വേണ്ട വേണ്ട വേണ്ട, ഇല്ല അഴുക്ക. ഓടിപ്പോവാ. ഇതുണ്ട് ഒരു പൂ നിൽക്കുന്നേ. അമ്മ പറഞ്ഞ ഇത് കാട്ടുമഞ്ഞളാണ്, എനിക്ക് കറക്റ്റ് അറിയത്തില്ല എന്താവാന്ന്. നല്ല രസം ഈ പൂ കാണാൻ. കുറേ ദിവസമായി ഇങ്ങനെ വിരിഞ്ഞിരിക്കുന്നത്. ഇതുവരെ വാടുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇതേപോലെ കുറേ ദിവസമായി നിൽക്കുന്നു. നല്ല ഭംഗിയുണ്ട്. അപ്പം നമ്മൾ ചക്കപ്പഴങ്കഞ്ഞി കഴിക്കാൻ പോവാ. ചോറെടുത്തു, ചക്ക എടുത്തു. നമ്മൾ ഇന്നലെ വെച്ച ചക്കയാ. തണുത്ത തൈര്, തേങ്ങാ സമ്മന്തി, മുളകൊക്കെ ഇട്ട് തണുത്ത ഐസ് വെള്ളം ഒഴിച്ചു. എല്ലാരും ഇവിടെ മിക്സിങ് ആണ്. അപ്പ മിക്സിങ്, അമ്മയുടെ മിക്സിങ് നടക്കുന്ന. ഞങ്ങള് ഡൈനിങ് ടേബിളെ വെച്ച് മിക്സ് ചെയ്തിട്ട് വെളിയിൽ പോയി സമാധാനത്തോടെ തിന്നല്ലോ. കൊച്ചുള്ളി, ഇന്നലെ വെച്ച അയല മീൻ കറി, കുറച്ച് ചാറ്, ഒരു പച്ചമുളക് കൂടെ നമ്മൾ വെച്ചു. ഇതാണ് നമ്മുടെ ചക്കപ്പഴങ്ങിഞ്ഞി. ഇനി ഇതെല്ലാം കൂടെ നേരിടി കഴിക്കണം. അമ്മ എനിക്ക് ഇളക്കി തരാവോ? എനിക്ക് പഴങ്ങിഞ്ഞി ഇങ്ങനെ ഇല്ലില്ല, എനിക്ക് ഇങ്ങനെ അമ്മ ഇളക്കി തരുന്നതാണ് ഇഷ്ടം.
ഇല്ല, എന്നാലും അമ്മ ഇളക്കി തരുന്നതാണ് എനിക്കിഷ്ടം. എല്ലാം ചക്കയും ചമ്മന്തിയും തൈരും നമ്മളായിട്ട് ചോറും പച്ചമുളകും കൊച്ചുള്ളിയും എല്ലാവരും ഇങ്ങനെ ഞെരിടണം. ചക്കപ്പഴങ്കഞ്ഞി കഴിക്കാൻ റെഡി ആയിട്ടുണ്ട്. അടിപൊളി. അതിൻ്റെ കൂടെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്, അതും കടിക്കണം. പിങ്കി കുഞ്ഞ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും തരുന്നുണ്ട്. സൂപ്പർ. പഴകി ക്ഷീണിച്ചറിയ എനിക്ക് എവിടെയെങ്കിലും ഒന്ന് കിടന്ന് ഉറങ്ങണം. എന്റെ കണ്ണൊക്കെ തൂങ്ങി വരുന്നു. പഴകഞ്ഞി കുടിച്ച് ഉറക്കം വരും അല്ലേ? എനിക്ക് പാദത്തിന് അമ്മ എവിടെ ഉറക്കം തൂങ്ങ. അപ്പൊ എല്ലാവരും ഇതുപോലെ ഈ ചൂടത്തി പഴകഞ്ഞി ഒന്ന് അടിച്ചു കുടിക്കണം. തലേ ദിവസം ചക്ക വേവിക്കുക, പിറ്റേ ദിവസം പഴങ്കഞ്ഞി കുടിക്കുക, ഇതേപോലെ. പിന്നെ ഒരു 3-4 മണിക്കൂറത്തേക്ക് ഒന്നും അറിയാതെ അങ്ങ് ഉറങ്ങും. നല്ലായിട്ടൊക്കെ ഉറങ്ങിപ്പോ. ഇന്നത്തെ ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.